ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മലുസ്ട്രോം. അങ്ങനെ നമുക്കും കിട്ടി മുട്ടായി, നല്ല പെടപെടയ്ക്കണ മുട്ടായി. നല്ല കിടിലം പണിയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. നല്ല ഒന്നാന്തരം പണി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം വണ്ടി അനങ്ങുന്നില്ല. ഫസ്റ്റ് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വണ്ടി അനങ്ങുന്നതേ ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് വണ്ടി. എന്നാൽ വണ്ടി സെൽഫിൽ സ്റ്റാർട്ടാവുന്നുണ്ട്, എല്ലാം ഉണ്ട്. ദാണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ന്യൂട്രലാക്കി ദാണ്ട് സ്റ്റാൻഡ് മാറ്റി ഫസ്റ്റ് ഇട്ടിട്ട് ദാണ്ട് ക്ലച്ച് ഫുള്ള് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്തു. പക്ഷേ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ആവുന്നില്ല. വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞ കാര്യം അതുപോലെ ആ സൗണ്ടേ ഉള്ളു ഗൈസ്. ആ സൗണ്ട് കേട്ടിങ്ങനെ നിൽക്കുക, വണ്ടി അനങ്ങുന്നില്ല. പിന്നെ താണ്ട് ഈ മീറ്ററിൻ്റെ ഇഷ്യൂ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10-15 ദിവസമായി. പുതിയ വയറിംഗ് കിറ്റ് ഓൺ ദ വേ ആണ്. അവർ വാറണ്ടിയിൽ മാറിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ താണ്ട് ഇപ്പോൾ ഈ പണി. ഇപ്പം കിട്ടിയ 2 പണികളും നല്ല ഒന്നാന്തരം പണിയാണ്. പിന്നെ ഈ വയറിംഗ് കിറ്റിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഭാഗത്ത് മാത്രമേ അത് പ്രോബ്ലമായിട്ടുള്ളൂ. വണ്ടി ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുന്ന സമയത്ത് ഈ സംഭവം മീറ്റർ ഓഫ് ആവുക. എന്തായാലും RSIക്ക് ഞാൻ നൈറ്റ് തന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അവർ രാവിലെ വണ്ടി വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ എന്തായാലും നമ്മുടെ RSIയുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്തുള്ളൊരു ബ്രോയാണ് വന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരുപാട് നോക്കി. ആരും അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. RSIയുടെ ഡീറ്റെയിൽ ആയിട്ട് ആരും വീഡിയോ ഇട്ട് മലയാളീസ് ആരും ഇട്ട് ഞാൻ കണ്ടില്ല. നമ്മുടെ ഹീറോയുടെ ആപ്പുണ്ട്. എന്താണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹീറോയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഗെറ്റ് പെർമിഷൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ ഓക്കെ കൊടുത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിനകത്ത് RSI എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന നമ്പറില്ലേ, ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് RSI എത്ര നാൾ വരെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ RSI ഞാൻ രജിസ്റ്റർ ചെയ്തതും അതിൻ്റെ ഡീറ്റെയിൽസും അവരിവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചത്, നമുക്ക് 24/7 അവരുടെ ഹീറോയുടെ RSI നമുക്ക് സപ്പോർട്ടുണ്ട്. എന്താണ് നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടായിട്ട് മൂവ് ആവുന്നില്ല. ഇപ്പം എൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടായിട്ട് മൂവ് ആവുന്നില്ല. ആ കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എവിടെയാണോ ഇപ്പം നമ്മൾ നിലവിൽ എവിടെയാണോ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനും, അതുപോലെ തന്നെ വണ്ടി എവിടെയാണോ നമുക്ക് എത്തിച്ചേർക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന സർവീസ് സെൻ്ററിലാണെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു 20 കിലോമീറ്റർ സറൗണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് ഏകദേശം നമ്മൾ വണ്ടി വെച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഇപ്പോൾ ഏകദേശം 12 കിലോമീറ്ററേ ഉള്ള ട്രാവലേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. RSI ഫുൾ ഫ്രീ ആണ്. ഇനി കിലോമീറ്റർ അനുസരിച്ച് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഫ്രീ ആയിരുന്നു, കാര്യം 12 കിലോമീറ്ററേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് എവിടെയാണോ വണ്ടി എത്തിച്ചേർക്കേണ്ടത് എന്നുള്ള സ്ഥലത്തെ ലൊക്കേഷൻ നമ്മൾ അവർക്ക് വാട്സപ്പിൽ നമുക്ക് ഒരു ഹായ് അയക്കും. ആ നമ്പറിലോട്ട് നമ്മൾ പിക്കപ്പ് ലൊക്കേഷനും വണ്ടി ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ തന്നെ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനകത്ത് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഇപ്പം അങ്ങനെയാണ് ഈ വണ്ടി നമ്മൾ ഈ പറയുന്ന സ്പോട്ടിൽ നമ്മൾ എത്തിക്കുന്നത്. ഇപ്പം ഞാൻ അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി കയറ്റിയിട്ട് ഇപ്പം കുളക്കടയിൽ ഞാൻ സ്ഥിരം കൊടുക്കുന്ന ഷോറൂമിലോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ എന്തായാലും ഇവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ കോണ്ടാക്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് വേറെ അതർ ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാനോ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു ഗൈസ്, എന്തും കൊണ്ടും നല്ല അടിപൊളി മാസമായിരുന്നു ഇത്. വണ്ടിയുടെ വയറിങ്ങും കംപ്ലൈൻ്റായി. ഇപ്പോൾ ഷാഫ്റ്റ് നല്ല ഒന്നാന്തരം പണിയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ല തോന്നുന്നു. എനിക്ക് ഷോറൂമിൽ നിന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഷോറൂമിൽ നിന്ന് ഇപ്പം ഞാൻ വിളിച്ചവരെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ബ്രോ വണ്ടിയുടെ ഷാഫ്റ്റ് കംപ്ലൈൻ്റായി എന്നാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസത്തിനകത്ത് റെഡിയാക്കിയിട്ട് ബ്രോയെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. എന്തായാലും ഒരു പുതിയ വണ്ടി ഏകദേശം 7500 കിലോമീറ്ററിനകത്തേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ഒന്നാന്തരം പണിയാണ്. പിന്നെ നമ്മുടെ എന്തായാലും വണ്ടി ഷോറൂമിൽ എത്തിച്ചിട്ടുണ്ട്. മുന്നോട്ട് നമുക്ക് നോക്കാം എന്താണ് ഇനി എന്നുള്ളത്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.